എല്ലാ മാന്യ പ്രേക്ഷകർക്കും തൂലിക ടിവിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശിഷ്ടാതിഥിയുമായി വെസ്ലി മാത്യു പങ്കുചേരുന്നു. ഇന്ന് എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ ബേബി വർഗീസ് അവർകളാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റവറൻ ഡോക്ടർ ബേബി വർഗീസ്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ നടത്തിപ്പിനെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കിടയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, നമുക്കിടയിലുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പുറം ലോകത്ത് അറിയുന്നു. ഈ കാര്യങ്ങളിൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കെയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രശ്നങ്ങളല്ല. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസം പരസ്യം ചെയ്യുന്നത് ഒരു വ്യക്തിയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രസ്ഥാനത്തെയാണ് നാം ഹെട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതാണ് പലപ്പോഴും എല്ലാ പ്രിയപ്പെട്ടവരും സംസാരിക്കുന്നത്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും ഏത് സമയത്തും ഉണ്ടാകാം. അത് അന്യോന്യം പറഞ്ഞ് പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് ഉപരിയായി മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് പ്രസ്ഥാനത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ഷീണം. സേവ് IPC ഫോറം ഒരു കേസ് ഫയൽ ചെയ്യുകയും അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ KC ജോണിന് വിപരീതമായി കേസ് വിധിയുണ്ടാകുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ആ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? പാസ്റ്റർ KC ജോൺ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ യാതൊരു തെറ്റ് ചെയ്തിട്ടോ അതിൽ പിഴ ചെയ്തിട്ടോ ആ തൻ്റെ ഔദ്യോഗിക നിലയിൽ ഏതെങ്കിലും പോരായ്മ വന്നിട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം നഷ്ടമായത്. നമ്മുടെ ബൈലോയിൽ ഉള്ള ഒരു ലൂപ്പ് ഹോൾ ആണ് അതിന് സന്ദർഭം ഉണ്ടാക്കിയത്. ആ ബൈലോ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ പറഞ്ഞിരുന്നെങ്കിൽ അന്നതിൻ്റെ ക്രമീകരണം നടക്കാമായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് അത് ഉന്നയിച്ച് വന്നത്. ആ ബൈലോ അനുസരിച്ച് അനുസരിച്ച് നമുക്കൊരു തീരുമാനമുണ്ടായി കോർട്ടിൽ നിന്ന്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ബൈലോയുടെ കാര്യം താങ്കളിപ്പോൾ പറയുകയുണ്ടായല്ലോ. ഈ ബൈലോ പുതുക്കുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ജനറൽ കൗൺസിലിൽ നടന്നു, എന്നാൽ അത് പരാജയപ്പെട്ടു. എൻ്റെ അറിവനുസരിച്ച് താങ്കൾ അതിനെ ശക്തിയുക്തം എതിർത്ത ഒരാളാണ്, ഭരണഘടനയുടെ കാര്യങ്ങളെ. മറ്റു പലരും എതിർത്തു. എന്തുകൊണ്ടാണ് താങ്കൾ ഭരണഘടനയെ എതിർത്തത്? അതിൻ്റെ വ്യത്യാസങ്ങളെ താങ്കൾ എതിർത്തത് എന്നൊന്ന് പറയാമോ? ഭരണഘടന മാറ്റണം എന്ന് ഞാൻ വൈസ് പ്രസിഡൻ്റായ വർഷം മുതൽ പറയുന്ന വിഷയമാണ്. ധാരാളം ലൂപ്പ് ഹോൾസ് ഉണ്ട്, അതിനെല്ലാം പരിഹാരം വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ നമ്മളൊരു ബൈലോ ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു അമെൻമെൻ്റ് ഉണ്ടാക്കുമ്പോൾ പ്രസ്ഥാനത്തിന് നന്മയുണ്ടാകണം, ദൈവജനത്തിന് നന്മയുണ്ടാകണം, ദൈവദാസന്മാർക്ക് ഗുണമായിരിക്കണം. ഒരു വ്യക്തിത്വത്തിനു വേണ്ടിയോ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഒരാളെ നീക്കം ചെയ്യേണ്ടതിന് വേണ്ടിയോ ഒരാളെ അടുപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയോ ഒരു ബൈലോ ഉണ്ടാക്കുവാൻ ഞാൻ അന്നും എതിർപ്പാണ്, ഇന്നും എതിർപ്പാണ്, എന്നും എതിർക്കും. ഈ ആരെയും അടുപ്പിക്കുന്നതിനോ എതിർക്കുന്നതിനോ ആയിരുന്നു ഈ ഭരണഘടനയുടെ ചേഞ്ച്? അത് മൊത്തം വായിച്ചു നോക്കിയാൽ പല ധ്വനികൾ അങ്ങനെ വരുന്നു എന്ന് എനിക്ക് വ്യക്തമായതുകൊണ്ടാണ് ഞാനതിനെ എതിർത്തത്. ഒരു പക്ഷേ ആ ഭരണഘടന പാസ്സായിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസ് ഉണ്ടാകാതിരിക്കുകയില്ലായിരുന്നു. ഈ കേസ് അതിനു മുമ്പുള്ള വിഷയമാണല്ലോ. ഭരണഘടന അപ്രൂവലായി, ആ ഭരണഘടന ജനറൽ ബോഡിയിൽ അപ്രൂവലായതിനു ശേഷമല്ലാതുള്ള അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ കേസുമായിട്ട് അതിന് ബന്ധം ഉണ്ടാകാൻ വഴിയില്ല. ഇതേ വിഷയം തന്നെ താങ്കൾക്കും ബാധകമല്ലേ? പാസ്റ്റർ KC ജോൺ കേരളത്തിൽ നിന്ന് ജയിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ കേസിൻ്റെ അടിസ്ഥാന കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേപോലെ തന്നെ താങ്കൾ മിഡ് വെസ്റ്റ് റീജിയൻ IPCയിൽ നിന്ന് പോയിരിക്കുന്ന ആളാണ്. താങ്കൾ വൈസ് പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഇവിടെ നിന്നുള്ള കൗൺസിൽ മെമ്പറോ അല്ലെങ്കിൽ മറ്റേതും സ്ഥാനങ്ങളിലേക്ക് വന്നില്ല എന്നുള്ള പ്രശ്നം താങ്കൾക്കും ഉണ്ടാകില്ല. എന്തുകൊണ്ട് താങ്കൾക്കതുണ്ടായില്ല? ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആദ്യമേ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെന്നപ്പോഴും അന്ന് ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ നിന്നു.
രണ്ടാം പ്രാവശ്യം നിൽക്കുമ്പോഴും അന്ന് നിലവിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയോട് മിഡ് വെസ്റ്റ് റീജിയൻ്റെ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ വിളിച്ച് തിരക്കിയതനുസരിച്ച് ജനറൽ ബോഡിയെ ബോധ്യമാക്കി അങ്ങനെ ആവശ്യമില്ല എന്ന് ബോധ്യമാക്കി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ജനറൽ ബോഡിയിൽ പറഞ്ഞു, അങ്ങനെയല്ല, ബൈലോയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് വേറൊരാളെ തിരഞ്ഞെടുക്കുക, അതെന്നെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡൻ്റായി എലക്ട് ചെയ്യപ്പെട്ടതായ പാസ്റ്റർ തോമസ് കോശി വ്യക്തമായി ജനറൽ ബോഡിയെ ധരിപ്പിച്ചു. എന്നോടും പറഞ്ഞു, അങ്ങനെ ഇലക്ഷൻ നിൽക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറിത്തരികയും അങ്ങേ ആക്കിക്കൊള്ളാം എന്ന് ജനറൽ ബോഡി പ്രസ്താവിച്ച് മിനിറ്റ്സിലുള്ള വിഷയമാണ്. അത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് അന്നേ കൊടുക്കുമായിരുന്നു. ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇന്നും കൊടുക്കുവാൻ പാസ്റ്റർ തോമസ് കോശി സന്നദ്ധനാണ്. ഇവിടെ അതിന് ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നമ്മൾ നിന്നത് ലീഗലായിട്ടാണ് നിന്നത്. ഇതേ പ്രശ്നം തന്നെ മറ്റാർക്കെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഉദാഹരണത്തിന് പാസ്റ്റർ സാം ജോർജിനെ പോലുള്ളവർക്ക്. സാം ജോർജിനും അങ്ങനെ പ്രശ്നങ്ങളില്ല, ജേക്കബ് ജോണിനും അങ്ങനെ പ്രശ്നങ്ങളില്ല, ജോൺ ജോസഫിനും അങ്ങനെ പ്രശ്നമില്ല. അന്നത്തെ രീതി അനുസരിച്ച് അറിവനുസരിച്ച് വാസ്തവത്തിൽ പാസ്റ്റർ കെ സി ജോണും നിന്നത് കൂലങ്കഷമായി ബൈലോ സെർച്ച് ചെയ്തില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷണർ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷണറുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെന്നാണ്? അങ്ങനെ ഞാൻ പറയുകയില്ല. ആ ഭാഗത്ത് ആ ഒരു വിഷയം അദ്ദേഹം ശ്രദ്ധിച്ചില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അല്ല അന്നേ ഇതിൻ്റെ ക്രമീകരണം നടന്നേനെ. ഇതോടൊപ്പം തന്നെ ഈ ഭരണഘടനയുടെ ചേഞ്ചസ് നമ്മൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് അടുത്ത കൺവെൻഷന് ശേഷം കൂടി ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതിനോട് അനുബന്ധിച്ച് നടന്നിട്ടുണ്ടോ? 10 അംഗമുള്ള ഒരു കമ്മിറ്റിയെ ജനറൽ കൗൺസിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 10 അംഗ കമ്മിറ്റികൾക്കും കൊടുത്തിട്ടുണ്ട് ഈ ബൈലോ പഠിച്ച് അതിന് ചേഞ്ചസ് വരുത്തുന്നതിനെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചേഞ്ചസ് വരുത്തുവാൻ ആഗ്രഹിക്കുന്നത് വെറുതെ ഞങ്ങൾക്ക് ഒട്ടനവധി കത്തുകൾ, ഒട്ടനവധി ഭേദഗതികളെക്കുറിച്ച് പലയിടങ്ങളിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നും, പല വ്യക്തിത്വങ്ങളിൽ നിന്നും, സെൻട്രകളിൽ നിന്നും, റീജിയനിൽ നിന്നും, സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ലഭിച്ചിരുന്നു. എല്ലാം അവരുടെ അഭിപ്രായം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല, നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഓരോ ഭാഗവും വായിച്ചിട്ട് നമ്മുടെ ഇന്ന സെക്ഷനിലെ ഇന്ന റീസൺ കൊണ്ട് നമുക്ക് മാറ്റണം എന്ന് കാര്യ സഹിതം എഴുതി തന്നിട്ട് അതിന് ചേഞ്ചസ് വരുത്തേണ്ടതുപോലെ വരുത്തിയിട്ട് അത് പ്രസ്ഥാനത്തിനും ഇൻഡിവിജ്വൽസിനല്ല ദൈവമക്കൾക്കും നമ്മുടെ പ്രസ്ഥാനത്തിന് നന്മ വരത്തക്ക രീതിയിൽ അനുഗ്രഹവും ഗുണവുമുള്ള രീതിയിൽ ക്രമീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. അതിനുവേണ്ടി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനൊരു താമസമെങ്കിൽ തീർച്ചയായും നമുക്കൊരു നല്ല അമെൻമെൻ്റ് ഉണ്ടാകും. അതിന് യാതൊരു സംശയമില്ല, വരുത്തിയിരിക്കും. കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത് ഗ്രൂപ്പുകളില്ലാത്തൊരു പാർട്ടി എന്നാണ് അവരവകാശപ്പെടുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഗ്രൂപ്പുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. ഇതേപോലെ IPCയെക്കുറിച്ചും പറയുന്നുണ്ട്, ഗ്രൂപ്പുകളില്ല, എല്ലാവരും ഒന്നാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം ഗ്രൂപ്പുകളുണ്ട്. താങ്കൾ ഏത് ഗ്രൂപ്പിലാണ്? ഞാൻ ഈ കഴിഞ്ഞ 2 പ്രാവശ്യവും ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നില്ല. എല്ലാ ഗ്രൂപ്പിലും ഒരുപോലെ ഞാൻ നിന്നത്. അങ്ങനെ ഗ്രൂപ്പെന്ന് പറയാനില്ല. നമ്മൾ പാനൽ എന്നാണ് സാധാരണ. 2 പാനലുണ്ടായിരുന്നു. 2 പാനലും ഞാൻ ഒരുപോലെയാണ് നിന്നത്. 2 കൂട്ടരും എന്നെ സഹായിച്ചു. 2 കൂട്ടരോടും ഞാനും അതേ നിലയിൽ നിന്നു. അവർക്ക് കൊടുക്കേണ്ട സഹായങ്ങൾ ഞാനും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഞാൻ നിന്നില്ല ഇതുവരെ. ഈ ഇലക്ഷൻ സമയത്ത് അമിതമായ പണസ്വാധീനം ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴത്തെ ഈ രീതികൾ ബിസിനസ് ലോബിയുടെ കയ്യിലാണ് IPC, അല്ലെങ്കിൽ പണക്കാരുടെ കയ്യിലാണ് IPC എന്നൊക്കെ പറയുന്നുണ്ട്. താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഒരുപക്ഷെ താങ്കളും ആ ഒരു ഗണത്തിൽ വരുമോ? മറ്റൊരു വിദേശ രാജ്യത്തു നിന്ന് വന്ന് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തു, ഇന്ത്യയിലെ ഭരണം പിടിച്ചെടുത്തു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ? ദൈവസന്നിധിയിൽ ദൈവത്തെ നിലനിർത്തിയ ഒരു പരമാർത്ഥം പറയാം. ഈ 2 ഇലക്ഷനും ഒരൊറ്റ പൈസ പോലും ഒരുത്തർക്ക് കൊടുത്ത് ഞാൻ വോട്ട് മേടിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ദൂരദിക്കിൽ നിന്ന് വരുന്നവർക്ക് വണ്ടിക്കൂലി കൊടുത്തിട്ടുണ്ട്. അവർ കയറുന്ന ബസ്സിനോ കാറിനോ പൈസ കൊടുത്തിട്ടുണ്ട്. അത് പരമാർത്ഥമാണ്, സത്യമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വോട്ടിന് വേണ്ടി പണം കൊടുത്തിട്ടില്ല. വണ്ടിക്കൂലി കൊടുത്തിട്ടുണ്ട്, അവരുടെ യാത്രാ ചെലവുകൾ കൊടുത്തിട്ടുണ്ട്.
അത് ഒന്നിച്ച് ആ ബസ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതേ ചെയ്തിട്ടുള്ളൂ. കാരണം അന്നത്തെ ആ രീതിയിലാണ് അവിടെ എലക്ഷൻസുകൾ നടന്നിരുന്നത്. മുൻപ് എലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നവർ പറഞ്ഞ് ഈ രീതിയിൽ ചെയ്തെങ്കിലേ ഒക്കുകയുള്ളൂ, എങ്കിലേ ആൾ മലബാറിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഒക്കെ വരികയുള്ളൂ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വണ്ടിക്കൂലിക്ക് പൈസ കൊടുത്ത് കറക്റ്റാണ്. ഒരു സംഭവം ഇതിനുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. റാന്നിയിൽ ഒരു ദൈവദാസനെ കാണുവാൻ ആദ്യത്തെ ഇലക്ഷൻ സമയത്ത് രണ്ടാമത്തെ ഇലക്ഷൻ സമയത്ത് ഞാൻ പോയി. ആ ദൈവദാസൻ്റെ കിടപ്പും ആ വാടക വീട്ടിലെ താമസവും കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കൂടെ 6 പേരും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ 7 പേരായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹവുമുണ്ട്, പോക്കറ്റിൽ പൈസയുമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആരോടും പറയത്തില്ല ദൈവദാസൻ തന്ന. ഞാൻ പറഞ്ഞു, ഇവർ 6 പേരും ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാനൊരു പൈസ ഇലക്ഷനുള്ള ബന്ധത്തിൽ ഞാൻ തരത്തില്ല, വോട്ടിന് വേണ്ടിയും തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കൊടുത്തില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞു, കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം എനിക്ക് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, ഞാൻ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാനിരുന്നതാണ്, ദൈവദാസൻ്റെ ആ തീരുമാനം എനിക്ക് സന്തോഷമുണ്ട്, ആ ദൈവദാസൻ ഇന്നും IPCയിലുണ്ട്, എനിക്ക് സന്തോഷം തോന്നിയതുകൊണ്ട് ഞാൻ വന്ന് ദൈവദാസനെ വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചത് വേറെ വിഷയം. എന്നാൽ ഇലക്ഷനുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ IPCക്കെതിരെ ധാരാളം കേസുകളുണ്ട്. IPCയിലുള്ളവരും IPCക്ക് പുറത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള കേസുകളുണ്ട്. എന്തുകൊണ്ട് IPCയുടെ കേസുകൾ മാത്രം തോൽക്കുന്നു? എന്തുകൊണ്ട് IPCയുടെ കേസുകൾ ജയിക്കുന്നില്ല? അല്ലെങ്കിൽ IPCക്ക് പരാജയം എന്തുകൊണ്ട് സംഭവിക്കുന്നു? IPCക്ക് പരാജയം സംഭവിച്ചു എന്ന് നമ്മൾ പറയാൻ ഒക്കുകയില്ല. അങ്ങനല്ല ഒരു പരാജയം ഉണ്ടായത്. നമ്മുടെ പിതാക്കന്മാർ ബയലോ എഴുതി വെച്ചപ്പോൾ എല്ലാ ലൂപ്പ് ഹോൾസും നോക്കിയല്ല നമ്മുടെ ബയലോ ഉണ്ടാക്കിയത്. അതിനകത്ത് ചെറിയ ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ട്. അത് വെച്ച് കേസ് കൊടുക്കുമ്പോൾ ആ കേസിൽ അവർക്ക് വിജയം വരുന്നത് കൊണ്ട് IPC പരാജയപ്പെടുന്നില്ല. നമ്മൾ തെറ്റ് വന്നത് തിരുത്താൻ നമ്മൾ നോക്കുകയാണ്, അത് തിരുത്തിയിട്ട് അതിന് ക്രമീകരണം ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ വരുമ്പോൾ അതിനൊരു അമെൻമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ കൗൺസിലിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കോ സാധിക്കുന്നില്ല? കഴിഞ്ഞ 90 വർഷം പോട്ടെ, അല്പം കൂടെ മുമ്പോട്ട് ഞാൻ വൈസ് പ്രസിഡൻ്റ് ആകുന്നതിന് മുൻപ് വരെയും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരും ഇത് പല അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്, പല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആകമാനം ഒരു ചേഞ്ചസ് ഇതുവരെ വരുത്തിയിട്ടില്ല, നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആകമാനം ഒന്ന് നോക്കി, മൊത്തം ബയലോ എന്ന് നോക്കി, എല്ലാവർക്കും നന്മ വരത്തക്ക രീതിയിൽ, പ്രസ്ഥാനത്തിന് നന്മ വരത്തക്ക രീതിയിൽ ഒന്ന് ചെയ്താൽ ഈ കേസിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും എന്നാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. മറ്റൊന്നുകൂടെ ഞാൻ ആഡ് ചെയ്താൽ, പല കേസുകളും വരുത്തി വെച്ചതാണ്. അത് കേസിന് പോകുന്നതിന് മുൻപേ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ഒരു മേശപ്പുറത്തിരുന്ന് സംസാരിച്ച് ദൈവസ്നേഹത്തിൽ പരിഹരിക്കാമെന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ താല്പര്യപ്പെടാതെ ഈഗോയിസം, സെൽഫിഷ്നെസ് ഇതിനകത്ത് കടന്നു വന്നതുകൊണ്ട് ഞാൻ വലുതാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം, ഇല്ലെങ്കിൽ നിന്നെ ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെ പറഞ്ഞു എന്നല്ല, ആ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പറയുമ്പോൾ പഴയ കാലമല്ല. ഇന്ന് ദൈവജനമെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്, ദൈവജന അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്, പണമുള്ളവരാണ്. അപ്പം അവരെ എല്ലാ രീതിയിലും അകറ്റുന്നു, നിഗളിക്കുന്നു എന്ന് വരുമ്പോൾ അവർക്ക് എവിടെങ്കിലും നീതി കിട്ടണം. നീതി കിട്ടാൻ വേണ്ടി മാത്രം പോയതാണ് ഈ കേസ് കൊടുത്ത പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച മറുപടി അതാണ്. അപ്പോൾ ഈ IPC സേഫ് ഫോറം അവർക്ക് എന്തോ നീതികേട് അവർക്ക് സംഭവിച്ചു, അവർക്കെതിരെ എന്തോ നീതികേടായ കാര്യങ്ങൾ സംഭവിച്ചു, അവർക്ക് നീതി കിട്ടുവാനായിട്ടാണ് പാസ്റ്റർ KC ജോണിനെതിരെ കേസ് കൊടുത്തതെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്നാൽ അവരുടെ ചിന്താഗതിയിൽ അങ്ങനെ പറയാം, അവരുടെ ചിന്താഗതിയിൽ ആർക്കോ നീതി കിട്ടിയിട്ടില്ല. അതാണ് കാരണം. എന്തുകൊണ്ടാണ് അവർ പാസ്റ്റർ KC ജോണിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ കാരണം? അതെനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ അവരുമായിട്ട് സംസാരിക്കുകയോ? ഞാൻ അതിൽ വേണ്ടപ്പെട്ടവരോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് എനിക്കത് അറിഞ്ഞുകൂടാ. താങ്കൾക്ക് പരിചയമുള്ളവരാരെങ്കിലും ആണോ ഇതിനുള്ളിൽ? അതിനകത്ത് ഉള്ളവരെ വലിയ ക്ലോസ് ആയിട്ട് ഈ സേവ് IPCയിലെ പെട്ട പലരെ എനിക്കറിയാം. എന്നാൽ കൊടുത്ത വ്യക്തികളെ വ്യക്തിത്വമായിട്ട് എനിക്ക് പരിചയമുള്ളവരല്ല. എന്നാൽ ഇപ്പം അവരെക്കുറിച്ച് അറിവ് എനിക്ക് നല്ലതുണ്ട്. അതേപോലെ തന്നെ ഇപ്പം അടുത്തൊരു കേസ് IPC കൗൺസിൽ മെമ്പർ
IPCക്കെതിരെ സെൻട്രൽ പാസ്റ്റർമാർക്കെതിരെ കൊടുത്ത് അതിന് ഏകദേശം വിധി സമ്പാദിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൻട്രൽ സംവിധാനങ്ങൾ തന്നെ ആകെ മാറ്റപ്പെടും. അതിനോട് താങ്കൾക്കുള്ള അഭിപ്രായം എന്താ? അതും മുമ്പേ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ആ വ്യക്തി വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു ടേബിളിലിരുന്ന് പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു. പരിഹരിക്കാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അതിനപ്പുറത്തേക്ക് പോയത്. അദ്ദേഹത്തിന് ആ രീതിയിലൊരു നീതി ലഭിച്ചിരുന്നെങ്കിൽ അങ്ങനൊരു കേസ് നമുക്ക് ഉണ്ടാകാൻ വഴിയില്ലായിരുന്നു. എന്നാൽ സെൻട്രൽ പാസ്റ്റർമാർക്കെതിരെ മാറ്റം വേണം എന്നുള്ള ഒരു നീക്കത്തിലാണ് നമുക്കിപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതിനാണ് നമുക്ക് ബൈലോ മാറ്റി അതിൻ്റേതായ രീതിയിൽ ആർക്കും കേടുവരാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. സെൻട്രൽ പാസ്റ്റർമാർക്ക് സ്ഥലമാറ്റം വേണമെങ്കിൽ വേണ്ടവർക്ക് കൊടുക്കാം. സെൻറ്ററിന് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ആവശ്യപ്പെട്ട അവർക്ക് വീണ്ടും ഇരിക്കാം. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരു സഭ ലോക്കൽ പാസ്റ്റർക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. 3 വർഷം ഇരുന്ന് കഴിയുമ്പോൾ സഭ ആവശ്യപ്പെട്ട വീണ്ടും നമ്മൾ ഇരുത്തുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ ബൈലോയിൽ കിടക്കുന്ന നിയമം അനുസരിച്ച് അദ്ദേഹം പോയത്. അതിന് ചേഞ്ചസ് വരുത്തണം. ഈ സെൻട്രൽ പാസ്റ്റർമാരുടെ ട്രാൻസ്ഫറിങ് സിസ്റ്റത്തോട് താങ്കൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? ഒട്ടനവധി സെൻട്രൽ പാസ്റ്റർമാർക്ക് അതിന് താല്പര്യമുള്ളവരല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒട്ടനവധി ദൈവദാസന്മാർക്കും സെൻട്രൽ പാസ്റ്റർമാർ മാറി വരുന്നതിൽ സന്തോഷമുള്ളവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ എല്ലാവരുടെയും താല്പര്യവും ഒന്നെടുത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയാണ് നമുക്ക് വിഷയം. ദൈവവചന ഘോഷണമോ വിഷയം. ഇത്രമോ ഒരു വിധത്തിൽ പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്റർമാർ ഓരോ സ്ഥലത്തിരുന്ന് കോമ്പറ്റീഷൻ വന്നതുകൊണ്ടാണ് ഓരോ സെൻറ്ററിലും 10-9 ചർച്ചസ് നമുക്ക് വന്നത്. അപ്പോൾ പിന്നെ ഏറിയ നാളൊരു സെൻട്രൽ പാസ്റ്റർ ഒത്തിരിക്കുന്നത് നല്ലതാ അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ സെൻട്രൽ പാസ്റ്റർമാർക്ക് മാത്രം ഇങ്ങനെ ഒരു വിഷയം വരാതെ അപ്പം സ്ഥിരമായിട്ടിരിക്കുന്ന സഭകളിലിരിക്കുന്ന പാസ്റ്റർമാരും മാറണം എന്നൊരു തീരുമാനം ഉണ്ടായാൽ അത് താങ്കളെപ്പോലുള്ളവർക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കില്ലേ? വന്നോട്ടെ, കുഴപ്പമില്ലല്ലോ, ഒരു വിരോധമില്ലല്ലോ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഭരണക്കൂട്ടത്തിലുള്ള നിൽക്കുമ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പൊതുവിലൊരു കാര്യം തീരുമാനിച്ചാൽ എല്ലാവരും ചെയ്യും, എല്ലാവർക്കും ബാധകം. അങ്ങനെ വന്നാൽ താങ്കളും മാറാൻ പ്രയാസമില്ലല്ലോ. അതേപോലെ തന്നെ ഈ IPCയുടെ കേസിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ലീഗൽ ടീമിനെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? പ്രഗത്ഭരായ വക്കീലന്മാർ നമ്മളുടെ ഇടയിൽ ധാരാളം തന്നെയുണ്ട്. അല്ലാതെ പുറത്ത് കോർട്ടുകളിൽ പ്രഗത്ഭന്മാരായ വക്കീലന്മാരുണ്ട്. അവരുമായിട്ട് നമുക്കൊന്നിരുന്ന് നല്ലൊരു ലീഗൽ ടീമിനെ IPCക്ക് വേണ്ടി എന്തുകൊണ്ട് നമുക്ക് അണിനിരത്തുവാൻ സാധിക്കുന്നില്ല? ഇതുവരെ അതേ രീതിയിൽ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ജനറൽ കൗൺസിലുള്ള 2 അഡ്വക്കേറ്റ്സ് നമുക്കുള്ളവർ 2 പേരും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ പല കാര്യങ്ങൾക്ക് അഡ്വൈസ് തന്നുകൊണ്ടിരിക്കുന്നു. അവരാണ് കാര്യങ്ങളൊക്കെ ഇപ്പം അവരോട് ആലോചനയിലാണ് മുമ്പോട്ട് പോകുന്നത്. ജനറൽ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്യാം കുരുവിളയും അഡ്വക്കേറ്റ് ജോൺസണും അവർ 2 പേരും നമ്മളുടെ ഈ കേസുകളിൽ അവർ ഇടപെടുന്നുണ്ട്. കേസുകളിൽ അല്ലെങ്കിൽ ഇപ്പം എല്ലാ കാര്യങ്ങളിലും ഇപ്പം വസ്തു മേടിച്ച വിഷയങ്ങളിൽ അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇപ്പോൾ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത എൻ്റെ ഒരു ചോദ്യം ജനറൽ കൗൺസിലിലെ ഭാരവാഹികൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഏത് രീതിയിലുള്ള ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ച് ഈ പാസ്റ്റർ KC ജോണിൻ്റെ വിഷയം ഉണ്ടായതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ 5 പേരോടും എൻ്റെ കൂടെയുള്ള 4 പേരോട് ഒരുപോലെ സ്നേഹം എനിക്ക്. ഒരു പക്ഷേ ഒരാളോട് ഇച്ചിരി കൂടുതൽ ഉണ്ടായേക്കെന്നിരിക്കാം. അത് KC ജോണിനോടാണ് അല്പം കൂടുതൽ അഥവാ ഉണ്ടെങ്കിലുള്ളത്. ബാക്കി എല്ലാവരോടും ഒരുപോലെയാണ്. കാരണം ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹബന്ധത്തിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രയാസവുമില്ല. അന്യോന്യമുള്ള കരുതലിനും കുഴപ്പമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഇപ്പം ഒരാൾ പറയുന്ന അതുപോലെ ഏറ്റെടുക്കാനാണെങ്കിൽ ഞാൻ ജനറൽ കൗൺസിൽ വരേണ്ട ആവശ്യമില്ല. തീർച്ചയായും. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. അഭിപ്രായത്തിന് വേറൊരാൾ പറയുന്നത് അതുപോലെ അംഗീകരിക്കാതെ ചിലപ്പോൾ അതിനെ എതിർത്തുന്നിരിക്കും, ശക്തമായി എതിർത്തുന്നിരിക്കും. അത് പ്രസിഡൻ്റായാലും ഞാൻ എതിർക്കാറുണ്ട്, സെക്രട്ടറി ആയാലും എതിർക്കാറുണ്ട്, ആരായാലും ഞാൻ എതിർക്കാറുണ്ട്. അത് പ്രസ്ഥാനത്തിന് വേണ്ടി എതിർക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. ബേബി വേണ്ടി എതിർത്തിട്ടേ ഇല്ല. ബേബി ദൈവം അയച്ചിട്ട് അവിടെ ചെന്നു എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ദൈവമാണ് എന്നെ അവിടെ കൊണ്ടുവന്നത് എനിക്കറിയാം. പ്രസ്ഥാനത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വരെ വാദിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും വാദിക്കുന്നതും. അത് മുഖേനയാണ് എനിക്കിപ്പോൾ ശത്രുക്കളായിരിക്കുന്നത്. അങ്ങനെയുള്ള ശത്രുക്കളുടെ പേരൊന്ന് പറയാമോ? പേര് പറയുന്നില്ല. അവരും ദൈവമായിട്ട് തീർത്തോടെ ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നത്. പാസ്റ്റർ ജേക്കബ് ജോണുമായിട്ടുള്ള താങ്കളുടെ ബന്ധം
എങ്ങനെയുണ്ട്? പേഴ്സണലി വി ഹാവ് നോ പ്രോബ്ലം. ഒരു കുഴപ്പവും പേഴ്സണലി ഇല്ല. എന്നാൽ ലീഡർഷിപ്പിനുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്യാറുണ്ടെന്നുള്ള കാര്യം പരമാർത്ഥമാണ്. അടുത്ത വർഷം ആണല്ലോ നമ്മുടെ ഇനി അടുത്ത ഇലക്ഷൻ വരുന്നത്. ഡിസംബർ 2015 ഡിസംബർ ആ കാലയളവിലായിരിക്കും നമ്മുടെ അടുത്ത ഇലക്ഷൻ. ആ ഇലക്ഷനിൽ താങ്കൾ ഏത് സ്ഥാനത്തേക്കാണ് ഉന്നമിക്കുന്നത്? കർത്താവിന് ഹിതമെങ്കിൽ മുമ്പോട്ട് തന്നെ പോകുവാനാണ് ഹൃദയത്തിലെ ആഗ്രഹം. അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്? അതാ ഇപ്പോഴത്തെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താങ്കൾ അപ്പോൾ നിൽക്കണമെങ്കിൽ ആദ്യത്തെ ടേമാണ് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ. അതെ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇലക്ഷന് നിൽക്കണമെങ്കിൽ ഒന്നീ അദ്ദേഹത്തിൻ്റെ ഭരണം പരാജയം എന്നാണ് താങ്കൾ പറയുന്നത്? പരാജയമെന്ന് ഞാൻ പറയുന്നില്ല. ലീഡർഷിപ്പിനുള്ള ബന്ധത്തിൽ ഞാൻ കർത്താവിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കും ഇവിടെയുള്ള ദൈവമക്കൾക്കും നന്മയായിരിക്കും എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ദൈവം അതിനുള്ള ഗൈഡൻസ് തരികയാണെങ്കിൽ പ്രസിഡൻ്റായി തന്നെ നിൽക്കാൻ ആഗ്രഹം. അത് അദ്ദേഹത്തിൻ്റെ കഴിവുറവുണ്ട് എന്ന് ചിന്തിക്കേണ്ട. ഒരു പക്ഷേ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ സാറപ്പച്ചൻ്റെ കാലം ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനുള്ള ആൾക്കാരുടെ കാലശേഷം ആദ്യമായിട്ടാണ് ഒരു ലാൻഡ് പർച്ചേസിങ്, ഒരു സഭയുടെ കെട്ടിടം പണി പുരോഗമിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായത് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ കാലത്തിലാണ്. അത് താങ്കളും ഒക്കെ അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ ജേക്കബ് ജോണിനെ മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുകയല്ല, ഈ ടൈം ഈ കാലഘട്ടത്തിലാണ്. അത്രയൊക്കെ ചെയ്ത ഒരാളെ ഒരു ടേമിന് ശേഷം മാറ്റിക്കളയുന്നത് ശരിയാണോ? അദ്ദേഹം വാസ്തവത്തിൽ വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ലാൻഡ് മേടിക്കുന്നതിനും ആ കെട്ടിടം പണിയുന്നതിനു വേണ്ടി അധ്വാനിച്ചു എന്നുള്ള കാര്യം പരമാർത്ഥമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ അധ്വാനവും പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് വാസ്തവത്തിൽ ലാൻഡ് മേടിക്കാൻ കഴിഞ്ഞെന്നുള്ളതിന് യാതൊരു തർക്കമുള്ള കാര്യമല്ല. ലാൻഡ് മേടിക്കുന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഭരണകൂടം, ചട്ടക്കൂട്ടം, ഇതിൻ്റെ നടത്തിപ്പ്, ഇതിൻ്റെ പോക്ക്, അത് നമുക്കൊരു വിഷയമാണ്. ലാൻഡ് മാത്രം കൊണ്ട് നമുക്ക് കാര്യം നടക്കുകയില്ല, ബിൽഡിംഗ് കൊണ്ട് മാത്രം നമുക്ക് കാര്യം നടക്കുകയില്ല. അപ്പം നമുക്ക് നല്ലൊരു ലീഡർഷിപ്പും കൂടെ വേണം. ഒരു ബെറ്റർ ലീഡർഷിപ്പിന് വേണ്ടിയാണ് താങ്കൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ എൻ്റെ അടുത്തൊരു ചോദ്യമാണ്, പാസ്റ്റർ വത്സൻ എബ്രഹാം ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞങ്ങൾക്കൊക്കെയുള്ള അറിവും വെച്ച് അദ്ദേഹവും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കാണുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാകുമ്പോൾ ഒരു ത്രികോണ മത്സരം ഉണ്ടാകും. അത് താങ്കൾ എങ്ങനെ കാണുന്ന ആ കാര്യങ്ങൾ? ഞാനിപ്പം വാസ്തവം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഈ മൂന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അത് ചോദിച്ചതുകൊണ്ടാണ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ലീഡർഷിപ്പിലേക്ക് വരണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും ഒട്ടനവധി ദൈവമക്കളുടെ ആഗ്രഹം അതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നോട് സംസാരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽപ്പെട്ട ഒട്ടനവധി ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ ആഗ്രഹം അതാണെന്നും എനിക്കറിയാം. ദൈവഹിതമെങ്കിൽ എന്നെ അവിടെ കൊണ്ടുവരട്ടെ. ഇല്ല, ഞങ്ങൾ മൂന്നും കൂടെ അതിനുവേണ്ടി മത്സരിക്കേണ്ടി വരുമെങ്കിൽ അങ്ങനെ ആ ദൈവഹിതമെങ്കിൽ അങ്ങനെയുമാകട്ടെ. ഇല്ല, ആ സമയത്ത് ഇലക്ഷൻ്റെ സമയത്ത് മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങളാണ് വരുന്നതെങ്കിൽ അതിനും ഞാൻ വിധേയനാകുന്നതായിരിക്കും. കാരണം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം പാസ്റ്റർ KC ജോൺ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ഉണ്ടായ കേസിനെതിരെ കേസ് കൊടുക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല. പ്രാർത്ഥനയോടിരുന്ന് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ടാറ്റിക്സ് ആയിരിക്കാം. കാരണം ഒരു കേസ് ഉണ്ടാകാതെ അല്ലെങ്കിൽ മറ്റൊരു കേസ് കൊടുക്കാതെ ശാന്തനായിട്ടിരുന്നാൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനൊരു അംഗീകാരം വർദ്ധിക്കും. അതുപ്രകാരം അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കും. അങ്ങനെ നിന്നാൽ അദ്ദേഹം തന്നെ വിജയിക്കും. അപ്പോൾ പാസ്റ്റർ വത്സൻ എബ്രഹാം ന്യായമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളൂ. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. കാരണം ഞാനതിനെക്കുറിച്ചൊന്നും അത്രയും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതാണ്. മുൻപ് ഒരാൾ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുവാണെങ്കിൽ പ്രസിഡൻ്റായിട്ട് നിൽക്കാനാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അല്ല, ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് എങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നു നോക്കട്ടെ, അതിൻ്റെ അനുസരിച്ചുള്ള നീക്കം നീങ്ങാം എന്നുള്ള ചിന്താഗതിയും മനസ്സിലില്ലാതില്ല. അതുകൊണ്ട് ദൈവസന്നിധി വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിനും പ്രസ്ഥാനത്തിലെ ദൈവമക്കളുടെ ആഗ്രഹത്തിനും ഞാൻ വിട്ടുകൊടുക്കും. ആഞ്ഞിലിത്താനത്ത് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ ഭവനത്തിൽ താങ്കളും ജോൺ ജോസഫും കൂടെ കടന്നു പോവുകയും
അവിടെ വെച്ച് ചില സംസാരങ്ങളുണ്ടായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാം. എൻ്റെ അറിവനുസരിച്ച് ആഞ്ഞിലിത്താനത്തുള്ള സഭാജനങ്ങൾ അവിടെ കൂടി വന്നെന്നും ഒക്കെയാണ് പുറത്തുള്ള അറിവുകൾ. അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. ഇപ്പം നേരിട്ട് താങ്കളോട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആഞ്ഞിലിത്താനത്ത് ഉള്ള ഒരു സഭാംഗങ്ങളും അവിടെ വന്നിരുന്നില്ല ഞങ്ങളുള്ളപ്പോൾ. അത് കഴിഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരു 2 മിനിറ്റ് എടുക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവിലുള്ള 1-2 പേർക്ക് അറിവ് കിട്ടി. കൺവെൻഷനുള്ള ബന്ധത്തിൽ പ്രസിഡൻറ്റിന് അല്പം ക്ഷീണം സംഭവിക്കാൻ ഒരു നീക്കം ഉണ്ടായെന്ന്. പ്രസിഡൻറ്റിനെ സ്നേഹിക്കുന്നതുകൊണ്ടും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവസഭയെ സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മുടെ കൺവെൻഷൻ എല്ലാ വർഷത്തേക്കാൾ അനുഗ്രഹമായി നടക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും അത് മൂടി കേട്ടത് മനസ്സിൽ വെക്കാതെ പ്രസിഡൻറ്റിനെ ആ കാര്യം ധരിപ്പിച്ചു. അത് ഞാനും ഡോക്ടർ ജോൺ ജോസഫും പാസ്റ്റർ സാം ജോർജും ഒന്നിച്ച് ജേക്കബ് ജോണും കൂടി ഇരിക്കുന്ന സദസ്സിൽ വെച്ചാണ് വിവരം ഞങ്ങൾ ധരിപ്പിച്ചത്. അപ്പോൾ തന്നെ പാസ്റ്റർ ജേക്കബ് ജോൺ ഫോണെടുത്ത് ആ വ്യക്തിയെ വിളിച്ചു. ഇന്ന വ്യക്തിയാണ് അതിന് മുൻപിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഫോണെടുത്ത് ആ വ്യക്തിയെ വിളിച്ച്, മോനെ നീ എന്നെ ഉപദ്രവിക്കുക, അങ്ങനെ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അവർ തമ്മിൽ കാണാൻ കൂടിക്കണ്ട് സംസാരിക്കാൻ അന്ന് തന്നെ അദ്ദേഹം ആ മറ്റേ വ്യക്തി 3 മണിക്ക് കാണാം എന്ന് പറഞ്ഞു. ജേക്കബ് ജോൺ പറഞ്ഞു എന്നാൽ എൻ്റെ വീട്ടിൽ വാ. അങ്ങനെ ജേക്കബ് ജോണിൻ്റെ വീട്ടിൽ അദ്ദേഹം 3 മണിക്ക് കൂടാൻ ആഗ്രഹിച്ചു. അന്ന് രാത്രിയിലാണ് എനിക്ക് മടങ്ങി അമേരിക്കയ്ക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വിവരം എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാൻ അവിടെ വരെ ഒന്ന് വന്നേച്ച്. ആ വ്യക്തിയോട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അച്ഛനൊന്ന് വന്ന് ഒന്നും ജേക്കബ് ജോൺ അച്ഛൻ അവിടെ വരെ വന്ന് ഒന്ന് കേട്ടാൽ മതി, എനിക്കൊരു ബലത്തിന് വേണ്ടി വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണമല്ലോ. അപ്പം ജോൺ ജോസഫിനോട് ചോദിച്ചു. ഡോക്ടർ ജോൺ ജോസഫും പറഞ്ഞു എന്നാൽ ഞങ്ങൾ വരാം, ഇതിനൊരു പരിഹാരം വരുന്നെങ്കിൽ വരട്ടെ, ഇതാണ് എൻ്റെ ആഗ്രഹം, കൺവെൻഷൻ അനുഗ്രഹമായി നടക്കണം. സമയമില്ലാത്ത സമയത്ത് ഞാൻ ആഞ്ഞിലിത്താനത്ത് പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെ പ്രസിഡൻ്റ് ഭവനത്തിൽ ചെന്നു. സാം ജോർജിന് മറ്റസംഖ്യ തടസ്സമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അത്യാവശ്യമായി പോകേണ്ടതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു. ഡോക്ടർ ജോൺ ജോസഫും അവിടെ വന്നു. ഞങ്ങൾ ചെന്ന് 15 മിനിറ്റ് കഴിഞ്ഞാണ് മറ്റേ വ്യക്തി തൻ്റെ സ്കൂട്ടറിൽ അവിടെ എത്തിയത്. വന്ന് ഉടപ്പം മുതൽ ഞാനും ഡോക്ടർ ജോൺ ജോസഫും ശാന്തമായിരുന്നു. അദ്ദേഹം വന്നിരുന്നു. ജേക്കബ് ജോൺ പാസ്റ്ററോട് പ്രസിഡൻറ്റിനോട് വളരെ ഞങ്ങൾ കേട്ട വിഷയങ്ങളെല്ലാം അതുപോലെ സത്യമാണ് എന്ന് പറയണമെനിക്ക്. അത് മുഴുവൻ അദ്ദേഹം വളരെ ശക്തമായി വ്യക്തമായി ക്ലിയറായി ജേക്കബ് ജോണിനോട് ഞങ്ങളോടും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലൊരു കത്ത് തന്നാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു കൺവെൻഷൻ കഴിയുന്നതിന് വരെ ശാന്തമാകുക, അത് കഴിഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നിങ്ങളുടെ കത്ത് തരാമെങ്കിൽ, നിങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്താമെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് ടേബിളിലും ഞാൻ വന്നിരിക്കാം, ഇതിന് പരിഹാരമുണ്ടാക്കി നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞാൻ മേടിക്കാം. ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ നിലനിൽക്കുന്ന സകല കേസുകളും ഞാൻ പിൻവലിപ്പിക്കാം എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞാനും ഡോക്ടർ ജോൺ ജോസഫും പറഞ്ഞു കത്ത് കൊടുക്കാൻ പറ്റുകയില്ല, ഇപ്പോൾ നമുക്ക് ചിന്തിക്കാതോ ജനറൽ കൗൺസിൽ ചിന്തിക്കാതെ കത്ത് തരാം, കൺവെൻഷൻ വരെ ഞങ്ങൾക്ക് സാവകാശം താ, ഇത്രയേ അവിടെ സംഭവിച്ചുള്ളൂ. അങ്ങനെ യാതൊന്നും കൊടുത്ത് അത് കഴിഞ്ഞ് ജേക്കബ് ജോണും പാസുമായി ഞങ്ങൾ അദ്ദേഹം പോയതിന് ശേഷം ഇരുന്ന് സംസാരിച്ചപ്പോഴും പറഞ്ഞു യാതൊരു കാരണവശാലും ഇപ്പോൾ കത്ത് കൊടുക്കണ്ട, കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മതിയെന്ന്. അതിനുവേണ്ടി ആവശ്യമില്ലാത്ത പ്രൊപ്പഗണ്ട ദേശം മുഴുവൻ പറഞ്ഞു വരുത്തി. അന്ന് തന്നെ ഞാൻ അമേരിക്കയിലേക്ക് വരുന്ന വഴിയിൽ തന്നെ എനിക്ക് ഫോൺ കോൾ ലഭിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നും ഒരു സഭയിലെ ആൾക്കാർ ജേക്കബ് ജോണിൻ്റെ ഭവനത്തിൽ ചെന്നുവെന്നും ജേക്കബ് ജോൺ അവരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഞാൻ അപ്പോൾ തന്നെ ജേക്കബ് ജോണിനെ വിളിച്ചു. ജേക്കബ് ജോൺ എന്നോട് പറഞ്ഞ അച്ഛാ അത് വ്യാജം പറയുകയാണ്, അത് ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിനകത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ഞങ്ങളുടെ ആരെല്ലാം എന്നെ അന്ന് വിളിച്ചോ അത് മുഴുവൻ എൻ്റെ ഫോണിൽ റെക്കോർഡുണ്ട്.
അപ്പോൾ താങ്കൾ ആ ലെറ്ററുമായിട്ട് പോയിട്ടില്ല, താങ്കൾ അത് ഒപ്പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല? അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ലെറ്റർ ഇല്ലല്ലോ. ലെറ്റർ തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് അടുത്ത വർഷത്തെ കൺവെൻഷന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്നുള്ളതാണോ? പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ ദിവസവും 2 ദിവസം ഞാൻ പോസ്റ്റ് പ്രാർത്ഥിച്ചു, ജേക്കബ് ജോൺ പാസ്റ്റർ അവിടെ പോസ്റ്റ് പ്രാർത്ഥിച്ചു, ഒട്ടനവധി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും കർത്താവിൻ്റെ കഴിഞ്ഞ 90 വർഷം നടന്നതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ഈ വർഷവും കർത്താവിൻ്റെ വരെ താമസമെങ്കിൽ ജനുവരിയിൽ നടക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ കർത്താവ് നമുക്ക് നൽകിത്തരും. നല്ലൊരു തീം കർത്താവ് നമുക്ക് ഈ വർഷം നൽകി തന്നിട്ടുണ്ട്, നിസ്തുല്യനായ ക്രിസ്തു. ആ സ്വഭാവം, ആ ഭാവം, ആ സ്നേഹം, ആ കരുതൽ, ആ വിടുതൽ എല്ലാവരിലേക്കും ഈ കൺവെൻഷൻ മുഖാന്തരം വന്നു ചേരണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയാംഗമായ ആഗ്രഹവും പ്രാർത്ഥനയും. അത് നേതൃനിരയിലേക്കും വന്നു ചേരുമെന്ന് ഞങ്ങളുടെയും ആഗ്രഹം. സകല വ്യക്തികളിലും വരണം, ആദ്യമേ നേതൃത്വത്തിൽ വരണം, ആദ്യമേ സകല നേതൃത്വങ്ങളിലും. അത് ജനറൽ മാത്രമല്ല, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ നേതൃസ്ഥാനം വഹിക്കുന്ന സകലരിലും ഒന്നുപോലെ ക്രിസ്തുവിൻ്റെ ഭാവം വരണം. എങ്കിൽ നമ്മുടെ സഭ ഇനിയും മാനിക്കപ്പെടും. ഇറ്റ് ഈസ് നോട്ട് ടു ലൈറ്റ്. കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. കർത്താവിൻ്റെ താമസമെങ്കിൽ നമ്മുടെ സഭ വീണ്ടും കർത്താവ് അനുഗ്രഹിക്കും, ഒരു സംശയമില്ല. ഈ കൺവെൻഷനെതിരെ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് താങ്കൾക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള? പലരും പല വിധത്തിൽ പല രീതിയിലും പല പ്രൊപ്പഗണ്ട പറയുന്നു. ഇത് വെച്ച് നമുക്കൊരാളെ അക്യൂസ് ചെയ്യാനൊക്കെയില്ല. എന്നാൽ ഈ വ്യക്തിത്വങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ പുറകെ നമ്മൾ പോകുമ്പോൾ, ഒരു വ്യക്തിയെ കൊല്ലുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഒന്നുകിൽ ഹാബേലിനെ കൊന്ന കായീനെ പോലുള്ള സ്വഭാവമോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇസഹാക്കിൻ്റെ കൃഷിയിൽ വന്ന അസൂയ കൊണ്ടോ, ഏതെല്ലാം രീതിയിലാണ് ഒരുത്തനെ നിങ്ങൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല നാം നശിപ്പിക്കുന്നത്, പ്രസ്ഥാനത്തിന് നാണംകേടുണ്ടാക്കുക എന്നും കൂടെ മറ്റുള്ളവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 1. 2, ഇങ്ങനൊരു വിഷയമുണ്ട് എന്നറിയുമ്പോൾ ആ വ്യക്തിയിലുമായി ഇരുന്നൊരു ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് ദൈവസ്നേഹത്തിൽ ദൈവാത്മാവിൽ നിന്ന് സംസാരിച്ച് ഒരു പരിഹാരം വരുത്തുവാൻ കണ്ടിരുന്നെങ്കിലും നന്നായിരുന്നു. എന്നാലും സൻബല്ലത്തും തോബിയാവും ഏത് കാലത്തുമുണ്ട്. ഈ പാസ്റ്റർ കെ.സി. ജോൺ ഇപ്പോൾ പ്രത്യേക അധികാര സ്ഥാനങ്ങളിലൊന്നുമില്ല, എങ്കിലും അറിയപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. വാഗ്മിയാണ് അദ്ദേഹം, പ്രസംഗകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അർഹമായ സ്ഥാനങ്ങൾ ഈ കൺവെൻഷൻ ഉണ്ടാകുമോ? തീർച്ചയായും. അദ്ദേഹം മുൻ പ്രസിഡൻ്റ് അല്ലേ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ. അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ഒരു തെറ്റും ആ രീതിയിലില്ലല്ലോ. ഇലക്ഷനോട് ബന്ധത്തിൽ വന്ന സംഭവമല്ലേ. 1. എന്നാൽ സെക്രട്ടറി എന്നുള്ള നിലയിലായിരിക്കില്ല. അദ്ദേഹത്തിന് ലോകമറിയപ്പെടുന്ന, നാം എല്ലാം ആദരിക്കുന്ന ഒരു നല്ല പ്രാസംഗികനല്ലേ. തീർച്ചയായും. അപ്പം അദ്ദേഹത്തിന് അതിൻ്റേതായ രീതിയിലുള്ള സകല ബഹുമതിയും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ദൈവദാസന്മാർ, ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന്, നമ്മളിപ്പോൾ അമേരിക്കയിലിരിക്കുന്നതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് കടന്നു വരുന്ന ദൈവദാസന്മാർ, അവർക്ക് അർഹിക്കുന്ന പരിഗണനകൾ, അതായത് വരുന്ന എല്ലാവർക്കും ഈ 2 മിനിറ്റ് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമല്ല, അതിനോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. എന്നാൽ ഇവിടെ ആദരിക്കപ്പെടേണ്ട നേതാക്കൾ അല്ലെങ്കിൽ ഇവിടുത്തെ സീനിയറായ ശുശ്രൂഷകന്മാർ പലരും അവിടെയൊക്കെ വരുന്നുണ്ട്. അവർ പണ്ട് കാലത്തെ ആ രാജ്യത്തു നിന്ന് കടന്നു വന്നവരാണ്. അവരാണ് ഈ രാജ്യത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ കെട്ടിപ്പടുത്തത്. അങ്ങനെയുള്ളവരെ ഏത് രീതിയിലാണ് നിങ്ങൾ ആദരിക്കുന്നത്? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയർ മിനിസ്റ്റേഴ്സിനെ ആദരിക്കണം എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാനും എൻ്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവും കൗൺസിൽ മെമ്പേഴ്സും മൊത്തം. എന്നാൽ എല്ലാവരെയും നമ്മുടെ ഈ ചുരുങ്ങിയ മീറ്റിങ്ങുകൾക്ക് എല്ലാവർക്കും നൈറ്റ് മീറ്റിംഗ് കൊടുക്കാൻ നടന്നിരിക്കുകയില്ല. എന്നാൽ എല്ലാവരെയും സംഘടിപ്പിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് പ്രോഗ്രാം ക്രമീകരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ ഒരു ദൈവദാസൻ വന്നാൽ അദ്ദേഹത്തെ ഒന്ന് മാനിക്കേണ്ടതിനായിരിക്കാം ഒരു 2 മിനിറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കൺസേൺ അത് വന്നു, നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളത്. അല്ലാതെ ഒരു പ്രോഗ്രാം ആ രീതിയിൽ അല്ലാതെ എല്ലാവർക്കും കൊടുക്കാനൊക്കത്തില്ലെങ്കിലും ആവുന്നത്രയും ഈ പ്രോഗ്രാമിൽ സഹകരിപ്പിക്കാനാണ് വാസ്തവത്തിൽ താല്പര്യപ്പെട്ട് ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ചോദിച്ചതിൻ്റെ കാരണം ഈ അമേരിക്കയിൽ നിന്നൊരു ബഹുമാന്യ ദേവദാസൻ അവിടെ ഒരു പ്രധാന ശുശ്രൂഷയ്ക്കുണ്ടെന്നും, എന്നാൽ അതിനെതിരെ ചിലർ സംസാരിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷയിൽ നിന്ന് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലെന്നും ഒക്കെ കേൾക്കുകയുണ്ടായി. ആ കാര്യത്തെക്കുറിച്ച് കേട്ടതൊക്കെ ശരിയാണ്, ഇല്ലെന്ന് പറയാനൊക്കെയില്ല. അങ്ങനൊരു ക്രമീകരണം താല്പര്യപ്പെട്ടപ്പോൾ പൊതുവിൽ അതിന് എതിർപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രസിഡൻ്റ് അതിന് മറ്റൊരു ക്രമീകരണം താല്പര്യപ്പെട്ടു. ആ ക്രമീകരണമാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ വരുന്ന പല ദേവദാസന്മാരോടും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഈ കൃപയുടെ സുവിശേഷം. ഇതിനെതിരെയോ ഇതിനെ അനുകൂലിച്ചോ എന്തുകൊണ്ട് ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയിലെ നേതൃത്വ നിരയിലുള്ളവരാരും സംസാരിക്കുന്നില്ല? അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഏത് വേണേലും ആകാം. കൃപയുടെ സുവിശേഷമാണല്ലോ നമ്മുടെ സുവിശേഷം. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഗ്രേസ് ടൈം, അതായത് പാസ്റ്റർ സജിത്ത് കണ്ണൂരൊക്കെ നടത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ജോൺ താരു, ഇങ്ങനെയൊക്കെയുള്ള പ്രോസ്പെറിറ്റി തിയോളജി അല്ല, അവരതിനകത്ത് പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പല കാര്യങ്ങളും ഉണ്ടെന്ന് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. ആ കാര്യങ്ങളെക്കുറിച്ച് അനുകൂലിച്ചോ ഖണ്ഡിച്ചോ നമ്മുടെ നേതൃത്വ നിരയിലുള്ളവരാരും ഒന്നും പറയുന്നത് കേട്ടുന്നില്ല. നമ്മൾ ഈ കാലങ്ങളിലായി പഴയ കാലത്തെ പോലെ ഒരു ഖണ്ഡന പ്രസംഗങ്ങൾക്ക് തുനിയാറില്ല. ഖണ്ഡനപ്രസംഗങ്ങൾ നടക്കുന്നുമില്ല. പഴയ കാലത്ത് നമുക്ക് സിയോൻ കാഹളം ഉള്ള കാലയളവിൽ ഖണ്ഡനമായിട്ട് എഴുതുമായിരുന്നു ഏതിനും. ഇന്ന് മാധ്യമങ്ങൾ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവർ താല്പര്യമുള്ളതാണ് മാധ്യമങ്ങളിൽ കൂടെ വരിക. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പണ്ടത്തെ പോലെ സിയോൻ കാഹളം നിലവിൽ നിന്നോ, അല്ലെങ്കിൽ പാസ്റ്റർ കെ അബ്രഹാം സാറിനെ പോലെയോ അങ്ങനെയുള്ള നേതൃനിലയിലുള്ളവർ ഖണ്ഡനം ചെയ്ത് എഴുതുവാനും അതിനുവേണ്ടി സമയം വേർതിരിക്കുവാനും ഒരു ടൈം ഇപ്പോൾ ഉള്ളവർ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം. ഒന്ന്, അതുകൊണ്ടാണ് ഖണ്ഡനങ്ങൾ ധാരാളം നടക്കാത്തത്. എന്നാൽ കൃപയുടെ സുവിശേഷം ആണ് നമ്മുടെ സുവിശേഷം, അതിന് നമുക്കെതിരല്ല. അതിനോടൊപ്പം ചേർക്കുന്ന മറ്റ് പേഴ്സണലിസമാണ് വിഷയം. അത് നമ്മൾ ഖണ്ഡിക്കും. ദൈവവചനത്തിന് ചേരാത്ത എന്ത് ആര് പ്രസംഗിച്ചാലും ആര് പഠിപ്പിച്ചാലും അതിനെ എതിർക്കണം എന്നാഗ്രഹിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ ബിയോറിസ്. യാക്കോബാക്കാരനായെന്ന് ഞാൻ ദൈവമക്കളുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം കണ്ടാണ്, സുവിശേഷം കേട്ടല്ല, വ്യത്യാസം കണ്ടാണ് ഈ മാർഗത്തെക്കുറിച്ച് ചിന്തിപ്പാനിടയായത്. അപ്പം ദൈവവചനം അകത്ത് കയറി ദൈവവചനപ്രകാരം വ്യത്യാസം വന്ന് ഈ പെട്ടകത്തിലേക്ക് കൃപയാൽ പ്രവേശിച്ചവരാണ് എൻ്റെ മാതാപിതാക്കൾ. അവരുടെ ജീവിതവും ആ കാലയളവിലുണ്ടായിരുന്ന ദൈവമക്കളുടെ ജീവിത രീതിയുമാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ആദ്യ ഒരു കാലയളവിലേക്ക് ഇന്ന് ദൈവമക്കൾ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. ദൈവദാസന്മാർ വരുന്നില്ല എന്നുള്ളൊരു വിശ്വാസം, നേതൃസ്ഥാനത്തുള്ളവർ വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. അങ്ങനെ വന്നാൽ തീർച്ചയായും നന്നാകും. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ ചോദിച്ചില്ലെങ്കിലും, എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളിപ്പം ബാക്ക് ചെയ്യുന്നു. കാരണം കൊച്ചുങ്ങൾക്ക് ഈ പൊളിറ്റിക്സ് വിഷയമേ അല്ല. അവർക്ക് ഈ പൊളിറ്റിക്സ് ഇഷ്ടമല്ല. ഈ പൊളിറ്റിക്സ് മുഖാന്തരം ഉണ്ടാക്കുന്ന ഈ വികൃതികളൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിടിക്കുന്നില്ല. അവർക്ക് വരണം, ആരാധിക്കണം, ദൈവവചനം കേൾക്കണം, സന്തോഷിക്കണം, പോകണം. അതിനെതിരായി കാണുന്നതാണ് കുഞ്ഞുങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ നമുക്ക് വരേണ്ട ചേഞ്ച് വരേണ്ട പോലെ വരണം. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇടയിലുള്ള ദുരുപദേശങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ജനറൽ കൗൺസിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നമുക്ക് ചെയ്യണം. നമ്മുടെ ഈ ബയലോടെ ഒരു ക്രമീകരണം വരുത്തിയതിന് ശേഷം അതിനകത്ത് വാസ്തവത്തിലെല്ലാം നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്തും എവറിത്തിങ് നമുക്ക് മുഴുവൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രസ്ഥാനം മുമ്പോട്ട് നീങ്ങേണ്ടത്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിൻ്റെ പഠിപ്പീരനുസരിച്ചല്ല പോകേണ്ടത്. അതോടൊപ്പം മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ മതപരിവർത്തന നിയമം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് വളരെ നാം കേൾക്കുന്നുണ്ട്. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിലേക്കോ മതപരിവർത്തനം ചെയ്ത് കടന്നു വന്നവർ തിരികെ ഹിന്ദു മതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലേക്കോ മതപരിവർത്തനം നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നാം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് കേരളത്തിൽ പോലും നടന്നതായിട്ട് നമ്മൾ അറിയുന്നു.
കഴിഞ്ഞ ദിവസം പാസ്റ്റർ KC തോമസും പാസ്റ്റർ ഫിലിപ്പ് തോമസും അതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയതായിട്ട് ഞാൻ കണ്ടു. ജനറൽ കൗൺസിലിൻ്റേതായ എന്തെങ്കിലും ഒരു പ്രസ്താവനയോ അതിനെതിരെയുള്ള എന്തെങ്കിലും ഒരു നീക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരികളെ നാം കാണുമോ, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളത് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നമുക്ക് ചെയ്യണം. ഒന്ന്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആദ്യകാലം മുതൽ ഇന്ന് വരെ മതപരിവർത്തനം ചെയ്തിട്ടില്ല. മതപരിവർത്തനമല്ല നമ്മുടെ ഉദ്ദേശം. സുവിശേഷം അറിയിക്കുക. സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ സുവിശേഷം അംഗീകരിച്ച് സുവിശേഷത്തിനും ദൈവവചനത്തിനും മാതൃകയുള്ളവരായി വേർപെട്ട് ആരാധിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഒരു മതത്തിനും എതിരുകാരല്ല. മതത്തെ നമ്മൾ ക്രിറ്റിസിസം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മതത്തിൽ നിന്ന് വേറൊരാളെ പരിവർത്തനമല്ല, സുവിശേഷം അറിയിക്കുക. സുവിശേഷം ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്ന അത് ഏത് വ്യക്തിത്വമായാലും മനുഷ്യനാണ് വിഷയം. മനുഷ്യ വ്യക്തിത്വത്തിന് എന്തും തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വ്യക്തിത്വങ്ങൾക്കാണ്. രാഷ്ട്രത്തിനല്ല, സമൂഹങ്ങൾക്കല്ല, സമുദായങ്ങൾക്കല്ല, വ്യക്തിത്വങ്ങൾക്കാണ്. അവർക്ക് സുവിശേഷം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് ആ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിച്ച് ആ സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം എന്നൊരു വ്യക്തി താല്പര്യപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് വേർപെട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുന്നത് മതപരിവർത്തനമല്ല, ആ വ്യക്തിയുടെ വ്യക്തിത്വമാണ്. കുമ്പനാട്ട് നടക്കുന്ന ബിൽഡിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് ഏതെങ്കിലും രീതിയിൽ പുരോഗതിയുണ്ടോ അതോ ഇപ്പോൾ നടക്കുന്നില്ലയോ? ഓഡിറ്റോറിയത്തിൻ്റെ പണി നടക്കുന്നു എന്ന് കേൾക്കുന്നു, അത് നടക്കുന്നില്ല എന്ന് കേൾക്കുന്നു, സ്ഥലം വാങ്ങിച്ചെന്ന് കേൾക്കുന്നു. അത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. സ്ഥലം മേടിച്ചു. അതിൻ്റെ അടുത്തുള്ള ഒരു 1.5 ഏക്കർ സ്ഥലത്തിനും കൂടെ നമ്മളിപ്പം അഡ്വാൻസ് കൊടുത്തു. അപ്പം സ്ഥലം നമുക്ക് മേടിക്കുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ പണി ഒരല്പം നമ്മൾ ചെയ്തു. ബാക്കി പണി ചെയ്യണമെങ്കിൽ ചില റിക്വയർമെൻറ്റ്സ് കൂടെ നമുക്കിനി ആവശ്യമുണ്ട്. ആ റിക്വയർമെൻറ്റ്സ് എല്ലാം ഒന്ന് ക്രമീകരണമായി കഴിഞ്ഞാൽ ഇപ്പം അധികം താമസിക്കാതെ ക്രമീകരണം ചെയ്ത് കിട്ടും എന്നാണ്. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള എൻ്റെ അറിവ് അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് പണി തുടങ്ങാനൊക്കൂ. അതിനെയും ഓഡിറ്റോറിയത്തിൻ്റെ പണിയായാലും തുടർന്നുള്ള പണികളാണെങ്കിലും നടക്കണമെങ്കിൽ ആ റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്യണം. അതൊരു പഞ്ചവത്സര പദ്ധതിയാണോ? അത് നീണ്ടുപോകുമോ? സാധാരണ നമുക്ക് സംഭവിക്കുന്ന പോലെ അറിഞ്ഞുകൂടാ. കേരളത്തിലെ കാര്യമാണൊന്ന്. 2, അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്താൽ നമുക്ക് പെർമിറ്റ് കിട്ടും, കാര്യങ്ങളൊക്കെ ക്രമീകരണമാകും, നമുക്ക് ചെയ്യുവാൻ കഴിയും. ഓഡിറ്റോറിയത്തിൻ്റെ പണിയെക്കുറിച്ചും അതും ഇതുപോലെ ഇത് ക്രമീകരണമായെങ്കിലേ ഓഡിറ്റോറിയം നടക്കുകയുള്ളൂ. ഇത് രണ്ടിനും ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. അതിനകത്തപ്പം പഞ്ചായത്തിൽ നിന്നും ഏരിയയിൽ നിന്നൊക്കെ നമുക്കതിൻ്റെ ചില കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടേണ്ടതുണ്ട്. അതേപോലെ കഴിഞ്ഞ കൗൺസിലിൽ ഒരു തീരുമാനം മലിനീകരണത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്നും കഴിഞ്ഞ കൗൺസിലിൽ തീരുമാനിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. ആ വിഷയങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് നമ്മൾ വളരെ പൈസ, ഞാൻ എമൗണ്ട് ഇപ്പോൾ പറയുന്നില്ല, മാധ്യമത്തിലായതുകൊണ്ട് ഞാൻ എമൗണ്ട് പറയുന്നില്ലെന്ന് മാത്രം, വളരെ പണം ചെലവഴിച്ചാണ് അതിൻ്റെ ക്രമീകരണം നമ്മൾ ചെയ്തത്. അതിൻ്റെ ക്രമീകരണത്തോടുള്ള ബന്ധത്തിൽ ഇതുവരെ നമുക്ക് ലഭിക്കേണ്ട സാങ്ഷൻ അതിന് കിട്ടിയിട്ടില്ല. അത് ലഭിക്കാൻ ഒരല്പം ചില ക്രമീകരണങ്ങളൂടെ വേണം. അതിനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ദൈവികതമെങ്കിൽ നമുക്കത് ലഭിക്കും. കാരണം എൻ്റെ ചോദ്യം, കുമ്പനാട് കൺവെൻഷൻ കടന്നു വരികയാണ്. എല്ലാ കുമ്പനാട് കൺവെൻഷനോടനുബന്ധിച്ചും അവിടെയും മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യ വിസർജ്ജനവും അല്ലാതെയും ഒക്കെയുള്ള പലവിധമായ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം നമുക്കുണ്ടാകണം. ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കത് ഉണ്ടായിട്ടില്ല. ഈ വർഷം അത് മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടാകുമോ, കൺവെൻഷൻ അത് ദോഷമായി ബാധിക്കുമോ എന്നുള്ളതാണ്. മാലിന്യ പ്രശ്നത്തിനുള്ള ബന്ധത്തിൽ ഈ വർഷം ഉണ്ടാകുകയില്ല. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അല്ലാതെ പരിപൂർണമായി നമുക്കൊരു റെമഡി നമുക്ക് കണ്ടുപിടിപ്പാൻ കഴിയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ചെയ്യേണ്ട രീതിയിൽ അത് ചെയ്തു കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെട്ട് കിട്ടും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണികൾ നടക്കും. കർത്താവിൻ്റെ പേരിൽ താമസമെങ്കിൽ
ഇതെല്ലാം ദൈവതമെങ്കിലേ നടക്കുകയുള്ളൂ. എന്താണ് ഇങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ മുമ്പ് ചോദിച്ചല്ലോ, പഞ്ചവത്സര പദ്ധതിയാണെന്നോ. കർത്താവ് അല്പം കൂടെ താമസിപ്പിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരല്പം ക്ഷമ വേണമെന്നേ ഉള്ളായിരിക്കാം. എന്തോ സൻബല്ലത്തോ തോബിയാബോ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിരിക്കാം, ഇല്ലെന്നൊന്നും നമുക്ക് പറയാനൊക്കെയില്ല. ഏതായാലും കൊള്ളാം, അല്പം സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് നമുക്കുണ്ട്. അതൊന്നും മാറിക്കിട്ടാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിപ്പീൻ, കേൾക്കുന്നവരും കൂടെ പ്രാർത്ഥിപ്പീൻ. നമുക്ക് മാറിക്കിട്ടണം. മാറിക്കിട്ടി അതിൻ്റെ ക്രമീകരണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഇതിനുള്ള ബന്ധത്തിലുള്ള മാലിന്യത്തിനുള്ള ബന്ധത്തിലുള്ള പ്രശ്നം തീരും. കർത്താവ് താമസിപ്പിക്കുന്നതാണ്, നമ്മൾ താമസിക്കുന്നതല്ല. എല്ലാം നമ്മൾ അങ്ങനെ ദൈവമക്കളാകുമ്പോൾ നമുക്ക് ചിന്തിക്കുക, ദൈവത്തിൻ്റെ സമയമായില്ല. ദൈവത്തിൻ്റെ സമയമായിരുന്നെങ്കിൽ സകല പ്രതികൂലവും ദൈവം മാറ്റി സംഗതി അങ്ങ് ശരിയാക്കിയതിനെ. അപ്പോൾ ഇച്ചൊരു സമയം വരാൻ സമയമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ സമയമായില്ല, അല്പം കൂടെ വേണോ മതി. അതേപോലെ തന്നെ ഈ കൺവെൻഷൻ്റെ സമയത്ത് നമ്മളുടെ കർത്തൃമേശ സംവിധാനത്തെക്കുറിച്ചൊരു വലിയ പരാതി മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൺവെൻഷൻ പന്തലിന് പുറത്ത് റോഡിലും ഒക്കെ കൊണ്ട് കർത്തൃമേശ കൊടുത്തു എന്നൊക്കെയുള്ള പരാതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷത്തെ കൺവെൻഷനിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ വർഷവും ദൈവജനം കൂടിക്കൊണ്ടിരിക്കുക കൺവെൻഷൻ. അപ്പം ക്രമീകരണങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് വരുമ്പോഴാണ് ഈ നിൽക്കുന്നവർക്കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അവരതിനു വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ക്രമീകരണം അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വളരെ ദൂരെ നിന്ന് വരുന്ന ദൈവമക്കൾക്ക് സംബന്ധിച്ച് നിന്നുകൊണ്ടാണെങ്കിലും എടുക്കുവാനുള്ള താല്പര്യം കാണിക്കുന്നല്ലോ എന്ന് നമ്മൾ മറുവശം ചിന്തിക്കണം. അതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല. റോഡിലൊക്കെ ഇറങ്ങി കൊടുക്കുന്നതിനോടാണ്. ഇല്ല, റോഡിൽ കൊണ്ട് കൊടുക്കാറില്ല. അത് ആരോ വെറുതെ പറഞ്ഞത്. ശരി. റോഡെന്ന് അവർ മീൻ ചെയ്തത് ഈ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിൽക്കുന്ന റോഡിൽ നിൽക്കുന്നവരാണ്. അല്ല, നമുക്കുണ്ടായിരുന്ന ഫെസിലിറ്റി മുഴുവൻ കഴിഞ്ഞ പ്രാവശ്യം ആളായിരുത്തി. പാസ്റ്റർ വത്സ എബ്രഹാം അദ്ദേഹത്തിൻ്റെ ഫെസിലിറ്റി എല്ലാം ഓപ്പൺ ചെയ്തു തന്നു. അത് മുഴുവൻ നമ്മൾ ഉപയോഗിച്ചു. ഹെബ്രോൺ ചാപ്പൽ ഓപ്പൺ ചെയ്തു തന്നു. അത് മുഴുവൻ ഉപയോഗിച്ചു. ഇതിലും ഓവർ വന്നവർക്ക് അവിടെ നിന്നുകൊണ്ടേ എടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കണം. അതിനകത്ത് തെറ്റുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രാവശ്യവും നമ്മൾ മാക്സിമം ക്രമീകരണങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ 4 പേര് നിന്നുകൊണ്ട് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കൊടുക്കണം എന്ന് പറയുന്നവനാണ് ഞാൻ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന റീജിയൻ, അമേരിക്കയിലെ മിഡ് വെസ്റ്റ് റീജിയൻ, അതിനെക്കുറിച്ചാണ് ചോദ്യം. താങ്കൾ ഇനിയും ഈ റീജിയനിലെ പ്രവർത്തനങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടെ മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ദൈവഹിതമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി അതൊക്കെ വിടുന്നത്, ദൈവഹിതത്തിന് വേണ്ടി. ഇപ്പം എൻ്റെ ചിന്തയിൽ അതില്ല. ദൈവഹിതം പോലെ നടക്കട്ടെ. ഇല്ല, ഞാൻ വർഷങ്ങൾ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നുണ്ട്. തുടക്കം മുതൽ ഇന്ന് വരെ മിഡ് വെസ്റ്റ് റീജിയൻ്റെ കൗൺസിൽ മെമ്പറാണ്. ഒരേ സമയത്ത് മിഡ് വെസ്റ്റ് റീജിയനിലും വെസ്റ്റേൺ റീജിയനിലും വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. പല രീതിയിൽ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഈ റീജിയൻ വളർന്നു വരുവാൻ അധ്വാനിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരു ഉപരിഷ്ഠ സ്ഥാനത്ത് വന്നാലും വന്നില്ലെങ്കിലും ഇത് ഞാൻ നിലനിൽക്കുന്ന റീജിയനാണ്. ഇതിൻ്റെ ഉയർച്ചയാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ നിലനിൽപ്പാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ ഐക്യതയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. അതോടൊപ്പം ഒരു ചോദ്യം കൂടി. മിഡ് വെസ്റ്റ് റീജിയൻ തന്നെയല്ല, മറ്റ് പല റീജിയനുകളിൽ, അമേരിക്കയിലുള്ള റീജിയനും ഗൾഫ് നാടുകളിൽ, യൂറോപ്യൻ സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജനറൽ കൗൺസിലേക്ക് കൗൺസിൽ മെമ്പർമാരെ തീരുമാനിക്കാറുണ്ട്. ഇതിൽ പല കൗൺസിൽ മെമ്പർമാരും ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ അങ്ങോട്ട് വരാറേ ഇല്ല. ഇവിടെ ഇലക്ഷൻ നടത്തും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടത്തും, ക്യാമ്പയിനിങ് നടത്തും, അവർ വിജയിക്കും, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യിക്കപ്പെടും, പേര് വരും. അവർ കൗൺസിൽ മീറ്റിങ്ങിൽ വരാറില്ല. എന്തുകൊണ്ട് ജനറൽ കൗൺസിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് 2ഓ 3ഓ പ്രാവശ്യത്തിൽ കൂടുതൽ വരാതിരിക്കുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കി അർഹതപ്പെട്ട മറ്റുള്ളവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൂടാ? ജനറൽ കൗൺസിലിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. 3 പ്രാവശ്യം വന്നില്ലെങ്കിൽ അദ്ദേഹത്തെ, ആ വ്യക്തിത്വത്തെ മാറ്റണം എന്നുണ്ട്. എന്നാൽ അത് പ്രായോഗികമായി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ മിഡ് വെസ്റ്റ് റീജിയനിൽ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടുത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറഞ്ഞതാണ്, ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ദയവ് ചെയ്ത, ഞാനന്ന് 3 വർഷം വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നതിന് ശേഷമുള്ള അനുഭവം കൊണ്ടും കൂടെ പറഞ്ഞത്, തിരഞ്ഞെടുക്കപ്പെടുന്നവർ കൗൺസിൽ മീറ്റിംഗ് വരാൻ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കാവൂ. അത് പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, ഒരു മെമ്പർ പാസ്സായാലും കൊള്ളാം, വിശ്വാസിയായാലും കൊള്ളാം. വരുവാൻ എല്ലാ കൗൺസിൽ മീറ്റിങ്ങിനും വരുവാൻ താല്പര്യമില്ലാത്ത വ്യക്തിത്വത്തിനെ വെറുതെ ഒരു പേരിന് വേണ്ടി എടുക്കരുത്. എടുത്താൽ റീജനാണ് നഷ്ടം. ആ എടുക്കുന്ന റീജനാണ് നഷ്ടം. റീജൻ്റെ വോയിസ് അവിടെ കേൾക്കുന്നില്ല. റീജൻ്റെ ആവശ്യം അവിടെ അറിയുന്നില്ല. റീജനെ കുറിച്ച് സംസാരിക്കാൻ ഒരാളില്ലാതെ വരുന്നു.
ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഞാൻ സാം ജോർജ് ഒക്കെ ഉള്ളതുകൊണ്ട് മിഡ്രോസ് റീജിയനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ല. മറ്റുള്ള റീജിയനുകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ കൗൺസിൽ മെമ്പേഴ്സ് വന്നില്ലെങ്കിൽ ആ റീജിയനാണ് നഷ്ടമായിരിക്കുന്നത്. അതിലുപരി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കും നഷ്ടമാണ്. ഈ വ്യക്തിയും കൂടെ കൂട്ടിയാണ് കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ അഭാവത്തിൽ ഇദ്ദേഹത്തിന് യാതൊരു സേസോയും ഇല്ലാതാണ് ഒരു കാര്യം പാസ്സാക്കുന്നത്. അപ്പം അത് പ്രസ്ഥാനത്തോടും ചെയ്യുന്ന ദോഷമാണ്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് അന്നും ഇന്നും എന്നും ഉള്ളത്, പോകുവാൻ മനസ്സുള്ളവർ, സമയമുള്ളവർ, പൈസ ചെലവഴിപ്പാൻ താല്പര്യമുള്ളവർ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ സ്ഥാനത്ത് നിൽക്കാവൂ. എല്ലാ കൗൺസിൽ മീറ്റിങ്ങിനും പോയിരിക്കണം. ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ ആരും ഇതിനകത്ത് കൗൺസിൽ മെമ്പറായിട്ട് വരരുത്. വന്നാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നിങ്ങൾ തകരാറിലാക്കുകയാണ്. നിങ്ങളുടെ വോയിസ് അവിടെ ഇല്ലാതെ വരികയാണ്. നിങ്ങളുടെ ഒരു ചെയർ എം ആയി കിടക്കുകയാണ്. അത് പ്രസ്ഥാനത്തിനോട് ചെയ്യുന്ന ദോഷമാണ്, ആ റീജിയനോടും ചെയ്യുന്ന ദോഷം. അതിന് ആരും താല്പര്യപ്പെടരുത്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ വന്നിരിക്കണം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് താങ്കളോട് ഞങ്ങൾക്കുള്ള പ്രത്യേകമായ നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഭാവി പ്രവർത്തനങ്ങളിൽ എല്ലാവിധമായ വിജയ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. നിങ്ങളോടുള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. തൂലികയുടെ അകവിഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നെ സ്വീകരിച്ച് ഇത്രയും നേരം എനിക്ക് വേണ്ടി നിങ്ങൾ സമയം വേർതിരിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് എല്ലാറ്റിനും ഇതിൻ്റെ സകല അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുകയും എന്നെ ഇത് കേൾക്കുന്ന സകല പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഒരു കാര്യം പരമാർത്ഥം, കർത്താവ് വരും നിശ്ചയം. കർത്താവിൻ്റെ വരും നമുക്ക് ഒരുങ്ങിയിരിക്കാം. അതുവരെ നമുക്ക് അധ്വാനിക്കാം. നമ്മളെ ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.